ഫാറ്റ് ലിവർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് രാവിലെ ഒന്നും കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും കഴിക്കാവുന്നതാണ്. നമ്മൾ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കരുതെന്ന് വെച്ചാൽ ഇത് ഗ്യാസുള്ള തൊലിയൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ആ ഗ്യാസ് പെട്ടെന്ന് ഇളകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, ദിവസം സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കുക. കഫം കുറയ്ക്കണം, അതോടുകൂടി ഫാറ്റും ബോഡിയിൽ കുറയ്ക്കുന്നതിനായിട്ട്. നാരങ്ങയുടെ ആണെങ്കിലും നെല്ലിക്കയുടെ ആണെങ്കിലും തൊലിയൊക്കെ ചേരുന്നതുകൊണ്ട് നമുക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കഴിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല എഫക്റ്റാണ് വയറിനും ശരീരത്തിനൊക്കെ ഉണ്ടാകുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ കാണാൻ ഫുൾ വീഡിയോ നോക്കുക. നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ടുള്ള ഫാറ്റ് പോകാനും കഫക്കെട്ട് മാറാനുമായിട്ട് നെല്ലിക്കയും നാരങ്ങയും അതിനൊപ്പം 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ ഒന്നിച്ച് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർത്തല്ല അരയ്ക്കണത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി രാവിലെയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴേലും ഒരു നേരം കഴിക്കാം. വിശപ്പ് കൂടുതലുള്ളവർക്കും ഇത് കഴിക്കുന്നത് ബോഡിക്ക് വിശപ്പ് കുറച്ച് നല്ല ആരോഗ്യം വെക്കാൻ സഹായിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ കയ്പുണ്ടാവും. കഴിച്ചാൽ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. ഒരു 11 ദിവസം കഴിച്ച് കഴിഞ്ഞ് നിർത്തുക. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ, 1-2 ആഴ്ചയിൽ 3 ദിവസമൊക്കെ നിങ്ങൾ കഴിക്കുക. നമസ്കാരം. നമ്മുടെ ബോഡിയിൽ കഫം കൂടുമ്പോഴാണ് നമുക്ക് ചീർപ്പുണ്ടാകുന്നത്, പിന്നെ പനികൾ വിടാൻ നിൽക്കുന്ന ഫാറ്റ് ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മിക്സിയുടെ ഒരു കുഞ്ഞു ജാറ് വേണം, പിന്നെ ഒരു ഫുൾ നാരങ്ങ, 2 നെല്ലിക്ക. ഇപ്പോൾ 2 പേർക്കാണെങ്കിൽ വലിയൊരു വെളുത്തുള്ളി അല്ലി വേണം, ഒരാൾക്കാണെങ്കിൽ ഒരു കുഞ്ഞി അല്ലി. ഇപ്പോൾ 2 പേർക്കാണെങ്കിൽ 2 പേർക്കാണെങ്കിൽ നമ്മൾ ഇത്ര സംഭവങ്ങൾ ചേർത്തു. 2 നെല്ലിക്ക, ഒരു ഫുൾ നാരങ്ങ, വലിയ ഇഞ്ചി, വെളുത്തുള്ളി. ഒരാൾക്കാണെങ്കിൽ നമ്മൾ നാരങ്ങയുടെ പകുതി എടുക്കുക, 1 നെല്ലിക്ക എടുക്കുക, കുരു കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ഈ ചെറിയ വെളുത്തുള്ളി അല്ലി, ഈ ഇഞ്ചിയുടെ പകുതി ഒരാൾക്കാണെങ്കിൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അരിഞ്ഞെടുത്തിടാം. അപ്പോൾ നമ്മളിതെല്ലാം നാരങ്ങയുടെ തൊലി കളയുന്നില്ല, നെല്ലിക്കയുടെ കുരു കളഞ്ഞു, ഇഞ്ചിയുടെ തൊലി കളയുന്നില്ല, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടു. ഇനി നമുക്കിത് ചുമ്മാ അതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഉപ്പ് ഇടുന്നില്ല, വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് ഇത് അരിഞ്ഞൊന്ന് തുറന്ന് നോക്കാം. ഇതുകൊണ്ട് ഇതൊരു നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കരുതെന്ന് വെച്ചാൽ ഇത് ഗ്യാസുള്ള തൊലിയൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ആ ഗ്യാസ് പെട്ടെന്ന് ഇളകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, ദിവസം സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കുക. ഇത് നേരെ അരിപ്പയിലോട്ടാണ് ഇത് ഒഴിക്കേണ്ടത്. നമുക്കിത് അരിപ്പയിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഓവർ ചൂട് വെള്ളം വേണ്ട, ചെറിയൊരു ചൂടുള്ള വെള്ളം മതി. അപ്പം നമ്മൾ ഈ സ്പൂൺ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക, നന്നായിട്ട് ചാടാനായിട്ടാണ്. ഇനിയിപ്പം നമുക്കിതിനൊന്ന് പിഴിഞ്ഞും കൂടെ എടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ സത്തെടുക്കണം, നന്നായിട്ട് പിഴിഞ്ഞ് സത്തെടുക്കുക. അല്ലാതെ അരച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൊത്തം തൊലിയുടെയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് പിഴിഞ്ഞ്. ഇതിപ്പം 1 ഗ്ലാസ്സിന് നമുക്ക് ഇത്ര ഉപ്പ് മതി. ചെറുതായിട്ട് എന്ന് വെച്ചാൽ ഉപ്പിൻ്റെ ഒരു രുചി വന്നാൽ മാത്രം മതി ചേർക്കുക, കട്ടി ഉപ്പ് വേണ്ട. ഇത് ഓരോരുത്തരും പകുതി വീതമാണ് കുടിക്കേണ്ടത്. ഇത് വെച്ചേക്കരുത്, നമ്മളിപ്പോൾ അരിച്ചെടുത്തു, ഈ ഒരു താമസമുള്ളൂ. ഇനി ടക്കേന്ന് കുടിക്കുക. നമുക്കിത് 1 പ്രാവശ്യം മാത്രം പിഴിഞ്ഞിട്ട് പിന്നെ ഇത് പിഴിഞ്ഞെടുക്കണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾ കുടിക്കണം, അല്ലെങ്കിൽ ഒരു കയ്പും കാര്യങ്ങളൊക്കെ തൊലിയുടെ ഉണ്ടാവുന്നതാണ്.